എല്ലാവർക്കും നമസ്കാരം. പ്രായം കൂടുന്നത് ഒരു ശാരീരിക മാറ്റം മാത്രമല്ല, അതൊരു മാനസികവും ആത്മീയവുമായ യാത്ര കൂടിയാണ്. ബുദ്ധൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മൾക്ക് ഏറ്റവും വ്യക്തമായി പഠിപ്പിച്ച ഒരു സത്യം ഇതാണ്: എല്ലാം അനിത്യമാണ്. യുവാവസ്ഥയും ശക്തിയും ആരോഗ്യം പോലും സ്ഥിരമല്ലാത്ത ഒന്നാണ്. ഈ സത്യം നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് പ്രായം കൂടുന്നതിനെ ഭയത്തോടെയല്ല, ബോധത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നത്. ബുദ്ധൻ പറഞ്ഞൊരു കാര്യം: ജാഗ്രതയാണ് അമൃതത്തിലേക്കുള്ള വഴി. പ്രായം കൂടുമ്പോൾ ഈ ജാഗ്രത ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. ശരീരത്തോടും മനസ്സോടും ചിന്തകളോടും ജാഗ്രത പുലർത്തണം. നമ്മൾ ചെറുപ്പത്തിൽ ശരീരത്തെ അതിരുകടന്ന് ഉപയോഗിക്കും, ഉറങ്ങാതെ ഇരിക്കും, തെറ്റായ ഭക്ഷണം കഴിക്കും, മനസ്സിന് വിശ്രമം നൽകില്ല. പക്ഷെ പ്രായം കൂടുമ്പോൾ ശരീരം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ്: കരുണ. ബുദ്ധൻ പഠിപ്പിച്ച ആദ്യ പാഠം തന്നെ കരുണയാണ്. ആ കരുണ ആദ്യം നമ്മൾ സ്വന്തം ശരീരത്തോടാണ് കാണിക്കേണ്ടത്. ആദ്യം ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാം. ബുദ്ധന്റെ മധ്യമാർഗം ഇവിടെ ഓർക്കണം. അധികം ഭക്ഷണം, അധികം ഉപവാസവും രണ്ടും ശരിയല്ല. ശരിയായ അളവിൽ ശരിയായ സമയത്ത് ശരിയായ ഭക്ഷണം കഴിക്കുക. ബുദ്ധസന്യാസികൾ ഭക്ഷണം അതിനെ ഒരു ധ്യാനം പോലെ കാണും. ഓരോ ആഹാര ഭക്ഷണവും ബോധപൂർവം കഴിക്കും. പ്രായം കൂടുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രുചിയല്ല, ശരീരത്തിന്റെ ആവശ്യമാണ്. എണ്ണയും പഞ്ചസാരയും കൂടുതലുള്ള ഭക്ഷണം മനസ്സിന് സന്തോഷം നൽകാം, പക്ഷെ ശരീരത്തിന് ദുഃഖം മാത്രമാണ് നൽകുകയുള്ളൂ. ബുദ്ധൻ പറഞ്ഞത് ഇന്ദ്രിയ സുഖങ്ങൾ താൽക്കാലികമാണ്, അതിൽ അമിതമായി ആസ്വദിച്ചാൽ ദുഃഖത്തിലേക്കാണ് അത് നയിക്കുക. പച്ചക്കറികൾ, പഴങ്ങൾ, ലളിതമായ ഭക്ഷണം, ഇതൊക്കെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ലഘുത്വം നൽകും. അമിത ഭക്ഷണം മന്ദബുദ്ധിയും ആലസ്യവും ഉണ്ടാക്കുമെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പ്രായം കൂടുമ്പോൾ വയറ് നിറയുന്നതുവരെ അല്ല, മതിയായത്ര മാത്രം കഴിക്കുക. ആ ശീലം വളർത്തിയെടുക്കണം. ഇനി ശരീരചലനം. ബുദ്ധൻ കഠിനമായ തപസ്സുകൾ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് ഉപേക്ഷിച്ച് മധ്യമാർഗം സ്വീകരിച്ചു. അതുപോലെ തന്നെ പ്രായമായവർക്ക് കഠിന വ്യായാമം ആവശ്യമില്ല, പക്ഷെ ശരീരം നിശ്ചലമായിരിക്കാനും പാടില്ല. നടക്കൽ തന്നെ ഒരു ധ്യാനമാക്കാം എന്ന് ബുദ്ധൻ പഠിപ്പിച്ചിരുന്നു. നടക്കുമ്പോൾ കാലടികൾ ഭൂമിയിൽ പതിക്കുന്നത് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നത് ശ്രദ്ധിക്കുക. ഇതാണ് വാക്കിംഗ് മെഡിറ്റേഷൻ. ഇത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. സന്ധികൾക്ക് ഇളവ് കിട്ടാൻ ലളിതം ശ്വാസവ്യായാമങ്ങൾ, യോഗ, ഇതൊക്കെ പ്രായം കൂടുമ്പോൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ശരീരം ചലിക്കുന്നതോടെ മനസ്സും ചലിക്കും. ഇനി ഉറക്കത്തെക്കുറിച്ച് പറയാം. ബുദ്ധൻ ഉറക്കത്തെ അലസതയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും ശരീരത്തിന്റെ ആവശ്യം അവഗണിച്ചിരുന്നില്ല. ശരിയായ ഉറക്കം കിട്ടാത്ത മനസ്സിന് ജാഗ്രത ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനാൽ പ്രായം കൂടുമ്പോൾ ഉറക്കം ഒരു ചികിത്സ പോലെയാണ് കാണേണ്ടത്. രാത്രിയിൽ മനസ്സ് ശാന്തമാക്കാതെ കിടന്നാൽ ഉറക്കം വരികയുമില്ല. അതിനാൽ കിടക്കുന്നതിന് മുൻപ് ദിനം മുഴുവൻ നടന്ന കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതെ ശ്വാസത്തെ ശ്രദ്ധിച്ച് കുറച്ചുനേരം ഇരിക്കുക. ഇത് ചെറിയൊരു ധ്യാനം കൂടിയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സ്. ബുദ്ധന്റെ മുഴുവൻ ഉപദേശങ്ങളും മനസ്സിനെക്കുറിച്ചാണ്. മനസ്സാണ് എല്ലാത്തിനും മുന്നിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രായം കൂടുമ്പോൾ ശരീരം ക്ഷീണിച്ചാലും മനസ്സ് ശാന്തമായാൽ ജീവിതം ലളിതമാകും. ഒറ്റപ്പെടൽ, ദുഃഖം, ഭയം, ഇവയൊക്കെ മനസ്സിന്റെ അവസ്ഥകളാണ്. ബുദ്ധൻ പഠിപ്പിച്ചത് അവയെ അടിച്ചമർത്തരുത് എന്നതാണ്. അവയെ നോക്കിക്കാണുക, ഇതും മാറിപ്പോകുമെന്ന് മനസ്സിലാക്കുക. അനിത്യതയുടെ ബോധം വലിയ ആശ്വാസമാണ്. സംസാരിക്കുക, പങ്കുവെക്കുക, സഹായം ചോദിക്കുക, ഇതൊക്കെ ദൗർബല്യമല്ല, ഇത് ബോധത്തിന്റെ അടയാളമാണ്. ബുദ്ധന്റെ സംഘം തന്നെ പരസ്പര പിന്തുണയുടെ ഉദാഹരണമാണ്. ഇനി രോഗങ്ങളും വേദനകളും. ബുദ്ധൻ തന്നെ പ്രായം കൊണ്ടും രോഗം കൊണ്ടും കഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം അത് മറച്ചു വെച്ചിരുന്നുമില്ല. ദുഃഖം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തുറന്നു പറഞ്ഞു. പക്ഷെ ദുഃഖത്തിൽ കുടുങ്ങി നിൽക്കരുത്. അതിന് കാരണങ്ങൾ മനസ്സിലാക്കി ശരിയായ വഴി തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് തന്നെ പ്രായം കൂടുമ്പോൾ ഡോക്ടറെ കാണുന്നത് ഭയപ്പെടേണ്ട കാര്യമല്ല. ശരീരം ഒരു ഉപകരണം പോലെയാണ്. അത് പ്രവർത്തിക്കാൻ പരിചരണം വേണം. മരുന്നുകളുടെ കാര്യത്തിൽ ബോധപൂർവത വേണം. അനാവശ്യമായ മരുന്നിൽ ആശ്രയിക്കുന്നത് മറ്റൊരു ആസക്തിയാണ്. ബുദ്ധൻ എല്ലാ ആസക്തികളെയും വിട്ടുനിൽക്കാൻ പഠിപ്പിച്ചിരുന്നു. ഇനി ജീവിതത്തിന്റെ അവസാന ഭാഗത്തെക്കുറിച്ച് പറയാം. പ്രായം കൂടുമ്പോൾ മരണം എന്ന ചിന്ത പലർക്കും ഭയമുണ്ടാക്കും. പക്ഷെ ബുദ്ധൻ മരണത്തെ ഒരു ശത്രുവായി കണ്ടില്ല. അത് ജീവിതത്തിന്റെ സ്വാഭാവിക തുടർച്ചയായി കണ്ടു. മരണത്തെ ഭയപ്പെടാതെ ഓരോ ദിവസവും ബോധത്തോടെ ജീവിക്കുകയാണ് യഥാർത്ഥ ആരോഗ്യത്തിന്റെ അർത്ഥം. ഇന്ന് ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിച്ചോ? ആരെയെങ്കിലും വേദനിപ്പിച്ചോ? ആരെയെങ്കിലും സഹായിച്ചോ? ഈ ചോദ്യങ്ങൾ പ്രായം കൂടുമ്പോൾ നമ്മൾ ചോദിക്കണം. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: പ്രായം കൂടുന്നത് ക്ഷയത്തിലേക്കുള്ള യാത്രയല്ല, അത് ബോധത്തിലേക്കുള്ള യാത്രയാണ്. ശരീരം പതുക്കെ പോകുമ്പോൾ മനസ്സിന് ആഴം വരുന്നു. ബുദ്ധൻ പഠിപ്പിച്ച മധ്യമാർഗം സ്വീകരിച്ചാൽ പ്രായം കൂടുമ്പോഴും നമ്മൾ ആരോഗ്യത്തോടെ, ശാന്തതയോടെ അർത്ഥമുള്ള ജീവിതം നയിക്കാൻ സാധിക്കും. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും പകരുക. കാരണം ബോധം പങ്കുവച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.